ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. വെൽക്കം ബാക്ക് ടു റൈഹാൻസ്വേൾഡ്. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങളൊക്കെ? എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. പിന്നെ എല്ലാവരും സേഫാണെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളും സേഫാണ് കേട്ടോ. പിന്നെ എന്തൊക്കെയുണ്ട്? അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്, നമുക്ക് കുറേ ആളുകൾ പരാതിയായിരിക്കും, പിന്നെ കേക്ക് ഉണ്ടാക്കും അത് ഫ്ലോപ്പായി പോവും, അല്ലെങ്കിൽ കറക്റ്റായിട്ട് പൊങ്ങി വരുന്നില്ല, അങ്ങനത്തെ ഒരുപാട് പരാതികളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഒരു സ്പോഞ്ച് എങ്ങനെ കറക്റ്റായിട്ട് ചെയ്തെടുക്കുന്നത് എന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ ഒന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ഓക്കെ, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ നമ്മൾ കേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ നമുക്ക് മെഷർമെൻറ്റ് കറക്റ്റായിരിക്കണം കേട്ടോ. നമ്മൾ ഒരു കപ്പ് മൈദ എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു കപ്പ് ഇങ്ങനെ നിറച്ചിട്ട് കൂമ്പിച്ചെടുക്കാനൊന്നും പാടില്ല. അത് കറക്റ്റായിട്ട് ഇതുപോലെ ഒരു സ്പൂൺ എന്തെങ്കിലും വെച്ചിട്ട് ഇങ്ങനെ ഈ ഒരു കപ്പിലേക്ക് ഇട്ടിട്ട് കറക്റ്റായിട്ട് നമ്മൾ വടിച്ചിട്ടൊരു കപ്പ് എടുക്കാൻ നോക്കണം കേട്ടോ. അപ്പോൾ ഈ കേക്കിന് നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ് മെഷർമെൻറ്റ്. അത് കറക്റ്റായിട്ട് നമ്മൾ അളവുകൾ കറക്റ്റാക്കണം. എന്നാൽ ഇതുപോലെ ഇങ്ങനെ കൊമ്പിച്ചെടുക്കാൻ പാടില്ല. ഇങ്ങനെ ഒരു സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ വടിച്ചിട്ട് ഒരു കപ്പ്, ഇതാണ് കറക്റ്റ് 1 കപ്പ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു കപ്പ് മൈദ, പിന്നെ അതേപോലെ നമ്മൾ പഞ്ചസാര എടുക്കുമ്പോഴും എല്ലാം നമ്മൾ കറക്റ്റായിട്ട് ഇതുപോലെ വടിച്ചിട്ട് വേണം നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഞാനിതാ ഇപ്പോൾ ഈ ഒരു കപ്പ് മൈദ എടുത്തിട്ട് ഒരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് കോൺഫ്ലോർ ആണ് കേട്ടോ. അപ്പോൾ നമ്മളിതിലേക്ക് കോൺഫ്ലോർ ചേർക്കുന്നുണ്ട്, പിന്നെ ബേക്കിംഗ് സോഡ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഈ കോൺഫ്ലോർ 8 ടേബിൾ സ്പൂണാണ് എടുക്കേണ്ടത്. അതും ഇതുപോലെ തന്നെ അളന്ന് കറക്റ്റായിട്ട് വടിച്ചിട്ടെടുക്കണം. അപ്പോൾ ഇതാണ് ടേബിൾ സ്പൂണ്. പിന്നെ ടേബിൾ സ്പൂണും ടീസ്പൂണും രണ്ടും 2ആണ് കേട്ടോ. അപ്പോൾ കുറേ ആളുകളൊക്കെ ടീസ്പൂൺ ഇടേണ്ടടുത്ത് ടേബിൾ സ്പൂൺ ഇടേണ്ടടുത്ത് ടീസ്പൂണൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അങ്ങനെ ചെയ്യരുത്. നമ്മൾ ടേബിൾ സ്പൂൺ എന്ന് പറയുമ്പോൾ കറക്റ്റ് ടേബിൾ സ്പൂൺ തന്നെ നമ്മൾ അളന്നെടുക്കണം. ടീസ്പൂൺ ആകുമ്പോൾ വ്യത്യാസം വരും അളവിൽ. അപ്പം ഇതുപോലെ നമ്മൾ അളന്നെടുത്തതിന് ശേഷം ഒരു സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ വടിച്ചു കൊടുക്കുക. ഇതാണ് കറക്റ്റ് ഒരു ടേബിൾ സ്പൂൺ കേട്ടോ. അപ്പോൾ ഇങ്ങനെ കോൺഫ്ലോർ നമ്മൾ വടിച്ചിട്ട് 8 ടേബിൾ സ്പൂണാണ് നമ്മൾ കോൺഫ്ലോർ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു കറക്റ്റ് അളവിൽ നിങ്ങൾ ഇതുപോലെ തന്നെ ചെയ്തെടുക്കുകയാണെങ്കിൽ നിങ്ങളെ കേക്ക് കറക്റ്റായിട്ട് നിങ്ങൾക്ക് കിട്ടും. ഒരു ഫ്ലോപ്പാവുകയോ ഒന്നും ചെയ്യൂല. ഇതേ മെഷർമെൻറ്റ് നിങ്ങൾ ഫോളോ ചെയ്യണം കേട്ടോ. പിന്നെ ഇതിൽ നിങ്ങൾ എന്തെങ്കിലും മാറ്റം വരുത്തുകയാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ പറയാൻ പറ്റില്ല. പക്ഷേ ഇത് ഞാൻ കറക്റ്റ് അളവാണ് നിങ്ങളോട് പറയുന്നത്. അപ്പോൾ ഇതേ അളവിൽ ഇത് ചെയ്യാൻ അറിയാത്തവരൊക്കെ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടി. എന്തായാലും നിങ്ങളെ കേക്ക് റെഡി ആയി കിട്ടും കേട്ടോ. അപ്പോൾ ഞാനൊരു 8 ടേബിൾ സ്പൂണ് കോൺഫ്ലോറും കൂടെ ഒന്ന് അളന്നെടുക്കട്ടെ കേട്ടോ. അതാ ഞാൻ കോൺഫ്ലോർ അളന്നെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് 1 ടേബിൾ സ്പൂണ് ബേക്കിംഗ് പൗഡറാണ് കേട്ടോ. ഇതാണ് ബേക്കിംഗ് പൗഡർ. അപ്പോൾ ഈ ബേക്കിംഗ് പൗഡർ ഒരിക്കലും നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഒരു സംഭവം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചത് യൂസ് ചെയ്യാൻ പാടില്ല കേട്ടോ. അപ്പോൾ ചില ആളുകളൊക്കെ ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ ഇതൊക്കെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാറുണ്ട്. അപ്പോൾ ഒരിക്കലും നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച ഒന്നും കേക്ക് ഉണ്ടാക്കാൻ ഉപയോഗിക്കരുത്. ഫ്രിഡ്ജിൽ വെച്ച കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോഴാണ് നമ്മുടെ കേക്ക് ഫ്ലോപ്പായി പോകുന്നത്. അപ്പോൾ ഞാൻ 1 ടേബിൾ സ്പൂണ് ബേക്കിംഗ് പൗഡറാണ് കേട്ടോ. ബേക്കിംഗ് സോഡ നമ്മൾ യൂസ് ചെയ്യുന്നില്ല. ബേക്കിംഗ് പൗഡർ 1 ടേബിൾ സ്പൂണ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനൊരു 1/4 ടീസ്പൂണോളം ഉപ്പും ചേർത്തിട്ടുണ്ട് കേട്ടോ. ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ നിങ്ങൾ ഇതേ അളവിലൊന്ന് എടുത്ത് നോക്കിയിട്ട് ഉണ്ടാക്കി നോക്കിയാൽ കറക്റ്റായിട്ട് നിങ്ങൾക്കും നിങ്ങളുടെ ആ ഒരു സ്പോഞ്ച് കേക്ക് കറക്റ്റായിട്ട് നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാനിതൊന്ന് അരിച്ചെടുക്കട്ടെ കേട്ടോ. പിന്നെ നമ്മൾ ഇതിലേക്ക് യൂസ് ചെയ്യുന്ന മുട്ട, അതേപോലെ ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ ഒന്നും നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചത് ഉപയോഗിക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ മുട്ടയൊക്കെ വാങ്ങുമ്പോൾ നമുക്ക് കടയിൽ നിന്ന് ഫ്രിഡ്ജിൽ വെച്ചതല്ലല്ലോ കിട്ടുന്നത്. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ വീട്ടിലും ഫ്രിഡ്ജിൽ വെക്കാതെ തന്നെ മുട്ടയൊക്കെ വെച്ചാൽ മതി. അപ്പോൾ ഞാനത് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത്, നമ്മൾ കേക്ക് ഏത് പാത്രത്തിലാണോ ബേക്ക് ചെയ്യാൻ വെക്കുന്നത് ആ പാത്രത്തിലൊന്ന് എണ്ണ ഒഴിച്ചിട്ട് ഒന്ന് ഗ്രീസ് ചെയ്ത് പാത്രം ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഞാനിതാ ഈ ഒരു പാത്രത്തിലാണ് കേട്ടോ കേക്ക് ബേക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് തടവി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിലേക്ക് കുറച്ച് മൈദപ്പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ.
കുറച്ച് മൈദപ്പൊടി ഇട്ട് കൊടുത്തിട്ട് മുഴുവനായിട്ടൊന്ന് തട്ടി കൊടുക്കുക. പിന്നെ ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ ബട്ടർ പേപ്പർ ഇട്ട് കൊടുത്താലും മതി കേട്ടോ. ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ ഇതുപോലെ ചെയ്താൽ മതി. അപ്പോൾ അടി പിടിക്കുകയൊന്നുമില്ല. നമ്മുടെ കേക്ക് പെട്ടെന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ പൊടി ഇട്ടതിന് ശേഷം ഇതുപോലെ ഒന്ന് തട്ടി കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ബാക്കിയുള്ളത് തട്ടിക്കളയുക കേട്ടോ. അപ്പോൾ ഞാൻ കേക്ക് ബേക്ക് ചെയ്യാനുള്ള പാത്രമൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് മുട്ട ഒന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കുകയാണ്. അപ്പോൾ എല്ലാവരും ചെയ്യുന്ന പണിയാണ് എന്ത്, ആദ്യം മുട്ട ബീറ്റ് ചെയ്ത് വെക്കും, അതിന് ശേഷം പൊടി അളക്കാനും ഇതിനൊക്കെ പോകും. അപ്പോഴേക്ക് നമ്മുടെ മുട്ട ബീറ്റായി വന്നതൊക്കെ ഒന്ന് താന്നു പോവും. അങ്ങനെയൊക്കെയാണ് നമ്മുടെ കേക്ക് ഫ്ലോപ്പായി പോവുക. അപ്പോൾ ആദ്യം നമ്മൾ എല്ലാ പണികളും തീർത്ത് വെച്ചതിന് ശേഷം അവസാനം മാത്രം വേണം നമ്മൾ മുട്ട ബീറ്റ് ചെയ്യാൻ കേട്ടോ. അത് കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഞാനിതാ ഇതിലേക്ക് 1 കപ്പ് മൈദയല്ല എടുത്തത്, അതിലേക്ക് ഞാൻ 4 കോഴിമുട്ടയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ 1 kg കേക്കിനുള്ള ഒരു അളവാണ് കേട്ടോ ഞാൻ ഈ കാണിക്കുന്നത്. അപ്പോൾ 4 മുട്ട എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ മുട്ട ബീറ്റ് ചെയ്യുമ്പോൾ പാത്രത്തിലും അതേപോലെ ഇതിലൊന്നും നമുക്ക് വെള്ളത്തിൻ്റെ ഒരു തുള്ളി അംശം പോലും ഉണ്ടാകാൻ പാടില്ല കേട്ടോ. പിന്നെ ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂണ് വാനില എസൻസും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ മുട്ടേൻ്റെ സ്മെല്ലൊന്നും ഇഷ്ടമില്ലാത്ത ആളുകൾ ഈ കോഴിമുട്ട ബീറ്റ് ആയിട്ടല്ല, ബീറ്റ് ആവണതിൻ്റെ മുമ്പ് തന്നെ നമ്മളതിലേക്ക് വാനില എസൻസ് ചേർത്ത് കൊടുത്താൽ മുട്ടേൻ്റെ സ്മെല്ലൊന്നും ഉണ്ടാവില്ല കേട്ടോ. പിന്നെ ഇനി നമുക്ക് പഞ്ചസാര അളന്നെടുക്കണം. അപ്പോൾ പഞ്ചസാര അളന്നെടുക്കുന്നത് ഞാൻ എങ്ങനെയാണെന്ന് പറഞ്ഞു തരാം. ഇതുപോലെ എടുത്തിട്ട് വടിച്ചിട്ട് എടുക്കണം. അപ്പോൾ 1 കപ്പ് മൈദയ്ക്ക് ഞാൻ 3/4 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ 1/2 കപ്പിൻ്റെ കപ്പിൽ 1 കപ്പും അതേപോലെ 1/4 കപ്പിൻ്റെ ഇതിൽ 1 കപ്പുമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അങ്ങനെ 3/4 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. പിന്നെ പഞ്ചസാര പൊടിച്ചതൊന്നല്ല, പൊടിക്കാത്ത ക്രിസ്റ്റലായിട്ടുള്ള പഞ്ചസാര തന്നെയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്ക് ബീറ്റ് ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ നമ്മുടെ മുട്ട ഒഴിച്ച പാത്രത്തിലും ബീറ്ററുമിലൊന്നും ഒരു തുള്ളി വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവാനേ പാടില്ല. പിന്നെ ഇതുപോലത്തെ ഇലക്ട്രിക് ബീറ്റർ ഉപയോഗിച്ചിട്ട് തന്നെ മുട്ട ബീറ്റ് ചെയ്യണം കേട്ടോ. അല്ലാതെ വിസ്ക് ഉപയോഗിച്ചിട്ടൊക്കെ ചെയ്യുന്നവരുണ്ട്, പക്ഷേ അതൊന്നും ഇത്ര പെർഫെക്റ്റ് ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ബീറ്റ് ചെയ്ത് നന്നായിട്ട് പതിഞ്ഞ് പൊങ്ങി വരുന്ന സമയത്ത് നമുക്ക് ഈ പഞ്ചസാര കുറച്ചായിട്ട് ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ അതൊന്ന് ബീറ്റ് ചെയ്തെടുക്കട്ടെ. അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കേക്ക് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ പഞ്ചസാര നമുക്ക് കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ആദ്യം ഈ പൊടികളൊക്കെ അരിച്ച് വെച്ച് എല്ലാം ചെയ്ത് വെച്ചതിന് ശേഷം അവസാനത്തെ പണി മാത്രമാണ് കേട്ടോ നമ്മളെ ബീറ്റ് ചെയ്യൽ. അപ്പോൾ ഈ മുട്ട നന്നായിട്ട് പതഞ്ഞ് പൊങ്ങി നല്ല ബീറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് പിന്നെ ഇതിന് ശേഷം നമ്മൾ വേറെ പൊടി ഇളക്കാനും ഇതിനൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഈ പൊങ്ങി വന്ന കേക്ക് മുട്ടൻ്റെ കൂട്ടൊന്നും താന്നു പോവും. അപ്പോൾ നമ്മുടെ കേക്ക് പെർഫെക്റ്റ് ആയിട്ട് വരില്ല. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കേക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതൊന്ന് ബീറ്റായി വരുന്ന ടൈം കൊണ്ട് നമ്മുടെ ചാനലിൽ ആരെങ്കിലും നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം കേട്ടോ. അപ്പോൾ ആ മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ഞാൻ. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ അരിച്ച് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ ആ ഒരു മൈദൻ്റെ കൂട്ട് നമുക്കിതിലേക്ക് കുറേശ്ശെയായിട്ട് ഇട്ടിട്ട് നമുക്കൊന്ന് ഫോൾഡ് ചെയ്തെടുക്കണം കേട്ടോ. അതാ ഞാനിവിടെ നമ്മുടെ മൈദ അരിച്ച് വെച്ച മൈദയും ഈ ഒരു കൂട്ട് നമ്മൾ ഇതിലേക്ക് കുറേശ്ശെയായിട്ട് ഇട്ടിട്ട് നമുക്കൊരു സ്പാച്ചിൽ ഉപയോഗിച്ചിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം കേട്ടോ. ഞാനെടുത്ത പാത്രം കുറച്ച് ചെറുതായിപ്പോയി, അപ്പോൾ എന്നാലും കുഴപ്പമില്ല, നമുക്ക് സാവധാനം ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ പിന്നെ ഇത് ഫോൾഡ് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ നമ്മൾ ഒന്നായിട്ട് കുത്തി ഇളക്കാൻ പാടില്ല കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ കേക്ക് പൊങ്ങി വരില്ല. നമ്മൾ സ്നേഹത്തോടു കൂടി എന്താ പറയുക, നമ്മൾ എത്രത്തോളം സോഫ്റ്റ് ആയിട്ട് ഇതിനെ സമീപിക്കുന്നു അത്രത്തോളം നന്നായിട്ട് നമ്മുടെ കേക്ക് കിട്ടുക. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് നല്ല എന്താ പറയുക സ്നേഹത്തോടു കൂടി ചെയ്യാന്ന് പറയില്ല, അതേപോലെ നല്ല രീതിയിൽ
സാവധാനം ഫോൾഡ് ചെയ്തെടുക്കണം കേട്ടോ. നമ്മൾ ഈ മൈദ കുറേശ്ശെ ആയിട്ട് ഇതിലേക്ക് ഇട്ടിട്ട് നമ്മളിങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. പിന്നെ ഞാൻ ഇതൊന്ന് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് 2 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിലാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അര കപ്പ് കപ്പൊക്കെ ചേർത്ത് കൊടുക്കും, പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് 2 ടേബിൾ സ്പൂൺ മാത്രം മതി ഇതിലേക്ക് ഓയിൽ. പിന്നെ ഞാനൊരു 2 ടേബിൾ സ്പൂൺ പാലും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ പാലൊക്കെ റൂം ടെമ്പറേച്ചറിലുള്ള പാലിന് ചേർത്ത് കൊടുക്കണം, ഫ്രിഡ്ജിൽ വെച്ചത് ഒരിക്കലും യൂസ് ചെയ്യരുത്. അപ്പോൾ ഞാൻ 2 ടേബിൾ സ്പൂൺ പാലും 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഇത് ഫോൾഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒന്നായിട്ട് കൂട്ടി ഇളക്കരുത്, ഇതുപോലെ സാവധാനം ഫോൾഡ് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ഞാനിത് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ ഈ കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മൾ താഴ്ത്തി ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഇതുപോലെ നമ്മൾ താഴ്ത്തി ഒഴിച്ച് കൊടുക്കുക. ഇതുപോലെ ഇതാണ് കേട്ടോ കറക്റ്റ് ഇതിൻ്റെ ഒരു ബാറ്ററിൻ്റെ പരുവം. അപ്പോൾ കറക്റ്റായിട്ട് ഇതുപോലെ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു സ്പാച്ചിൽ യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് വടിച്ച് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിതൊരു ചെറിയൊരു പാത്രത്തിലാണ് ഒഴിച്ച് കൊടുത്തത്. കേക്ക് ടിന്നിൽ ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ വലിയൊരു ടിന്നാകുമ്പോൾ നമുക്കത് കറക്റ്റായിട്ട് വരും. പക്ഷെ ഞാനിത് ഈ പാത്രത്തിൽ 3/4 ഭാഗത്തിലേറെ നമ്മുടെ മാവുണ്ടായിരുന്നു. അപ്പോൾ അത് മിക്കവാറും പൊങ്ങി വരാൻ സാധ്യത ഉണ്ട്. അപ്പോൾ പിന്നെ ഇതിൻ്റെ മുമ്പായിട്ട് നമ്മൾ ഏത് പാത്രത്തിലാണോ കേക്ക് ബേക്ക് ചെയ്യാൻ വെക്കുന്നത് ആ പാത്രം ഒന്ന് പ്രീഹീറ്റ് ചെയ്യാൻ വെക്കണം. ഒരു 10 മിനിറ്റോളം ഞാനൊന്ന് ചെറിയ തീയിലിട്ടിട്ടൊന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമ്മൾ ഈ കേക്ക് ടിന്ന് വെച്ച് കൊടുത്തു. അതിന് ശേഷം ഒന്ന് മൂടി വെക്കുകയാണ്. എന്നിട്ടൊരു 45 മിനിറ്റാണ് ഞാനിത് ബേക്ക് ചെയ്യാൻ എടുത്തിട്ടുള്ളത്. 45 മിനിറ്റിന് ശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കാം കേട്ടോ. ചെറിയ തീയിൽ വേണം വെക്കാൻ, അത് ഞാൻ പറയാൻ വിട്ടുപോയി. ഇപ്പോൾ അതാ 45 മിനിറ്റ് കഴിഞ്ഞ് ഞാനത് തുറന്ന് നോക്കിയപ്പോൾ നമ്മുടെ കേക്ക് പുറത്തേക്ക് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതിൻ്റെ ഈ നടുഭാഗം നമ്മുടെ ഈ പാത്രത്തിൻ്റെ മൂടിയിൽ തട്ടിയിട്ട് ആ ഒരു ഭാഗത്ത് കേക്ക് ഒന്ന് ഇതുപോലെ ഒന്ന് വിട്ടുപോയിട്ടുണ്ട്. ആ ഒരു പ്രശ്നം മാത്രമേ വന്നിട്ടുള്ളൂ. അത് നമ്മൾ ബാറ്റർ ഒഴിച്ചത് കുറച്ച് കൂടുതലായി, പാത്രം ചെറുതായി, അതാണ്. ഈ പാത്രം വട്ടം കുറച്ച് കുറവാണ്, പക്ഷെ നല്ല ഹൈറ്റുള്ള പാത്രമാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് ഈ ഒരു കത്തി യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ സൈഡ് ഭാഗത്തൊക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് വിടിപ്പിച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കൊരു പാത്രം ഇതിന് മുകളിൽ വെച്ചിട്ട് അതിലേക്കൊന്ന് കമഴ്ത്തി കൊടുക്കണം. അപ്പോൾ നമ്മുടെ കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, ഇത്രയും ഹൈറ്റ് ഈ പാത്രത്തിനുണ്ട്. അതുകൊണ്ടാണ് മുകളിലേക്ക് പൊങ്ങി വന്ന ആ മൂടിയിൽ തട്ടിയത് കേട്ടോ. അപ്പോൾ നിങ്ങൾ നല്ല വട്ടമുള്ള പാത്രത്തിൽ ചെയ്യാൻ നോക്കണം കേട്ടോ. നമ്മുടെ സ്പോഞ്ച് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്, നല്ല സ്പോഞ്ചാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് ഇതിൻ്റെ ഈ മുകൾ ഭാഗം കണ്ടില്ല, പാത്രത്തിൻ്റെ മൂടിയിൽ തട്ടിയ ഭാഗം ഒന്ന് കുഴിഞ്ഞു പോയിട്ടുണ്ട്. അവിടെ നമുക്കൊന്ന് ഒരു കത്തി യൂസ് ചെയ്തിട്ടൊന്ന് കട്ട് ചെയ്തൊന്ന് ലെവലാക്കി എടുക്കണം കേട്ടോ. നമുക്ക് ക്രീമൊക്കെ ചെയ്യാൻ ഇതൊന്ന് ലെവലാക്കി എടുക്കണം. ഞാൻ അതിൻ്റെ മുകൾ ഭാഗം ഒന്ന് ചെത്തി ലെവലാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 3 പീസാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഞാനത് ക്രീം വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഉണ്ടാക്കിയൊരു സ്പോഞ്ചായിരുന്നു. അപ്പോൾ ഞാനിതൊന്ന് കട്ട് ചെയ്തെടുക്കട്ടെ കേട്ടോ. നല്ല സൂപ്പറായിട്ട് നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. നല്ല പൊങ്ങി വന്ന് നല്ലൊരു അടിപൊളി കേക്കായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതേ ഒരു മെഷർമെൻറ്റിൽ നിങ്ങൾ ഇതുപോലെ ചെയ്തെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല കറക്റ്റായിട്ട് ഒരിക്കലും പിന്നെ കേക്ക് ശരിയാവുന്നില്ല എന്നൊരാളും പറയില്ല. ഇതുപോലെ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ 3 പീസാക്കിയിട്ടാണ് കട്ട് ചെയ്തെടുത്തത് കേട്ടോ. ശരിക്കും ഇതൊരു 6 പീസാക്കാൻ മാത്രമുള്ള ഹൈറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത്യാവശ്യം കട്ടിയിൽ തന്നെയാണ് ഞാനിത് കട്ട് ചെയ്തെടുത്തത് കേട്ടോ. നമുക്ക് 2 കേക്കിനുള്ള പീസ് ഇതിൽ നിന്ന് മുറിച്ചെടുക്കാൻ പറ്റുമായിരുന്നു. അത്രയും ഹൈറ്റിലാണിത് പൊങ്ങി വന്നത്. വട്ടം കുറവുള്ള പാത്രം ആയതുകൊണ്ടാണ് അങ്ങനെ ഹൈറ്റിൽ വന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ വാനില സ്പോഞ്ച് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്.
അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ചാനലിൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, പിന്നെ ഈ വീഡിയോ മറ്റുള്ളവരും കൂടെ കാണണമെന്ന് ആഗ്രഹിക്കുന്നവർ പ്ലീസ് ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഓക്കെ, അടുത്ത നല്ലൊരു ഉഷാർ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക. ഓക്കെ, ടാറ്റാ.